നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് മൊഡാൽ സാറ്റിനിൽ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസാണ്. ഈ മൊഡാലിൻ്റെ പ്രിൻറ്റുകളായിരുന്നു നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പെർ മീറ്റർ 150 ആണ് വരുന്നത്. നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചാണ്. ഇതൊരു സിൽവർ ഗ്രേ കളറിലേക്ക്, സിൽവർ ഗ്രേ കളറ് 44 വിഡ്ത്താണ് വരുന്നത്. ഇതാണ് ബേസ് ഫാബ്രിക് വരുന്നത് മൊഡാൽ സാറ്റിൻ്റെ. ഇതിലോട്ടാണ് നമ്മളുടെ അജ്രക്കും അങ്ങനെ വന്നിട്ടുള്ള ഹാൻഡ് ഡൈയിൽ വന്നിട്ടുള്ള പ്യുവർ ഫാബ്രിക് വരുന്നത്. ഇത് അതിൻ്റെ തന്നെ ഒരു മെഹന്തി കളറ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ മെഹന്തിയുടെ ഒരു കളറ്, വെരി ലവ്ലി കളർ. ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു ക്രിസ്തുമസ് തീമായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇത് നല്ല പീക്കോക്ക് ബ്ലൂ, ഒരു സിൽക്ക് ഷൈനിങ്ങോട് കൂടിയിട്ട് ഇങ്ങനെ വരുന്നു. സാരി ആയിട്ട് ചെയ്തെടുക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് ഇങ്ങനെ ബോർഡറിലേക്ക് സ്കാലപ്പൊക്കെ കൊടുത്തിട്ട് റെയിൻബോ കട്ട് ബീഡൊക്കെ കൊടുത്ത് നമുക്ക് 5.5 മീറ്റർ 6.5 മീറ്റർ സാരിയും ബ്ലൗസും ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. സ്യൂട്ട് സെറ്റ് ചെയ്യാൻ ടോപ്പും ബോട്ടോ ആയിട്ട്. ഇതൊരു കോഫി കളറിലേക്ക്, മൊഡാൽ സാറ്റിനിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ഷൈനിങ് ആണ് ഈ ഫാബ്രിക്കിൻ്റെ ഒരു റിച്ച്നെസ്. പെർ മീറ്റർ 150. ഇതൊരു പൗഡർ പിങ്ക്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് കാണിച്ചു. അപ്പോൾ അതിനൊക്കെ ചേർന്ന് പോകുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ്. എല്ലാ പേസ്റ്റൽ കളേഴ്സും ഇതിനകത്തുണ്ട്. എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ ജോർജറ്റ് മാത്രം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മളുടെയൊക്കെ ഒരു ഏജിൽ വരുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല. അപ്പം സ്യൂട്ട് സെറ്റിനും ഈ സെയിം തുണി തന്നെ ബോട്ടത്തിനും ബഡ്ജറ്റ് ബൈ റേഞ്ചാണ്. മൊഡൽ സാറ്റിൻ്റെ തന്നെ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. ഇതൊരു സിൽവർ ഗ്രേ, നല്ല ഭംഗിയുള്ള കളറാണ്. ഒരു സിൽവർ ഗ്രേ വരുമ്പോഴേക്കും കറക്റ്റ് ക്രിസ്തുമസിൻ്റെയൊക്കെ ഒരു കളർ ടോണാണ്. ഇത് ബ്ലൂവിൻ്റെ തന്നെ ഒരു വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറ്, പേസ്റ്റൽ കളർ. കുറച്ച് നല്ലൊരു വെയിറ്റുള്ള തുണിയാണിത്. ഇതായത് ഒരു മൗ കളറിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്കായി വന്നിട്ടുള്ള ഒരു കളറ്. ഇതൊക്കെ യൂണിഫോം സാരി ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടും നമുക്ക് കിട്ടും. ഇന്ന് നല്ല റെഡ് റാണി കളറ്, ഒരു 20 days ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോമായിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യാം. ഇതൊരു ലാവൻഡർ കളറ്, നല്ല വെയിറ്റുള്ള ഫാബ്രിക്കാണ്. 100 മീറ്ററിൻ്റെ കട്ടാണ് ഇത് വരുന്നത്, 109 മീറ്റർ. ഇതൊരു ലാവൻഡർ ഷെയ്ഡിലേക്ക്, ഇത് ബേബി പിങ്ക്, ഒരു സാറ്റിൻ ഷൈനിങ്ങും കൂടെ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതൊരു സാറ്റിനിൽ തന്നെ വന്നിട്ടുള്ളൊരു എന്താ പറയുക, ലൈറ്റ് ഓറഞ്ച് ഒരു മസ്റ്റർഡൊക്കെ മിക്സായി വന്നിട്ടുള്ള ഒരു കളറ്. ഇത് നല്ല സ്കൈ ബ്ലൂ,
നല്ല ഒരു ഐശ്വര്യമുള്ള കളറ്. ഈ മെറ്റീരിയൽ വരുമ്പോഴേക്കും കളറിന് ഒരു അസാധ്യമായിട്ടുള്ള ഭംഗിയാണ്. ശരിക്കും ബോട്ടിൽ ഗ്രീനിൽ നല്ല ഷൈനിങ് വന്നിട്ട് നല്ല ഭംഗി. ഇതിപ്പം ഇത് ഇൻസൈഡായിട്ട് യൂസ് ചെയ്യാം. അത്രയും ഒരു ഷൈനിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫീല് മനസ്സിലാവും. ഇൻസൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു ബ്ലൂവിൻ്റെയൊക്കെ തന്നെ ഏറ്റവും ഷൈനിങ് വരുന്ന ഒരു പോർഷൻ ഇങ്ങനെ വരുന്നു. പുതിയ വലിയ താനായിട്ട് വന്നത് കൊണ്ടാണ് ഈ ഒരു ചുളുക്ക് വരുന്നത്. ഇത് ഒലിവ് ഗ്രീൻ അല്ല, സെയ്ജ് ഗ്രീൻ. നമ്മളെ ക്രിസ്തുമസിൻ്റെ ഒരു തീമായിട്ട് നമ്മൾ എടുത്തിരുന്ന കളറുകളാണ് സെയ്ജ് ഗ്രീൻ. ഇതും ഗ്രീനിൻ്റെ തന്നെ ഒരു പുതിയ വെറൈറ്റി. പേസ്റ്റൽ കളേഴ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിനൊരു പ്രോപ്പർ കളറ് പറയാൻ പറ്റുന്നില്ല. പിസ്തയുടെയൊക്കെ ഒരു ബേബി പിസ്ത ഗ്രീൻ അങ്ങനെ പറയാം, ഒരു 1 ഡ്രോപ്പ് അത്ര. ഇതിൽ ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് കളേഴ്സുകൾ അവൈലബിൾ ആണ്, പേസ്റ്റൽ കളേഴ്സ്. ഇതിൽ ലൈലാക്ക് ഷെയ്ഡിലൊക്കെ വന്നിട്ടുള്ള ഒരു കളറ്. ഇത് വീണ്ടും ഗ്രീൻ, ഒരു ഇലപ്പച്ച കളറിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി. പെർ മീറ്റർ 150 ആണ്. ഇത് ലാവൻഡറിൽ ഇതൊരു ഹൽദി യെല്ലോ. ഇതൊരു സിൽക്ക് ജുബയൊക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ജെൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കളർ തീം അനുസരിച്ചിട്ട് നമ്മളുടെ ഹൽദിയൊക്കെ വരുന്ന ഈവനിങ് ഫങ്ഷൻസിനൊക്കെ ഒരു ഡ്രസ് കോഡായിട്ട്, കളർ കോഡായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഷൈനിങ്ങും എല്ലാം കൂടെ വരുമ്പോഴേക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇതൊരു സീ ഗ്രീൻ. സീ ഗ്രീൻ അല്ല കേട്ടോ, സഫയർ ഗ്രീൻ. റയറായിട്ടുള്ളത് എടുത്താൽ മതി. ഇതൊരു ഡാർക്ക് പർപ്പിൾ. ഇതൊരു ഓറഞ്ചിൻ്റെ ഡാർക്ക് പീച്ച്, ഓറഞ്ച് പീച്ച് ബ്ലെൻഡായി വന്നിട്ട്. ഇനി ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ റണ്ണിങ് മെറ്റീരിയൽസാണ് ഇതിങ്ങനെ ഒത്തിരി വേണ്ടുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ദുപ്പട്ടകൾക്കും സാരിക്കും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഓരോരോ കളക്ഷൻസായിട്ട് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. കാരണം ഇതിങ്ങനെ ഒരു റെഗുലർ കോൺസെപ്റ്റ് ആയതുകൊണ്ട് വെബിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.